നമ്മുടെ ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. വിവിധങ്ങളായ ഭാഷ, ആചാരാനുഷ്ഠാനങ്ങൾ, ഭക്ഷണരീതി, വേഷഭൂഷാദികൾ, സംസ്കാരം ഇവയിലെല്ലാം നാം വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഈ വ്യത്യസ്തതയ്ക്കിടയിലാണ് നാം ഒരു ജനതയായി ജീവിക്കുന്നത്. അധ്വാനിക്കുന്ന ഈ ജനവിഭാഗം കൂടുതലായും നമ്മുടെ കർഷക ഗ്രാമങ്ങളിലുണ്ട്. ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തണമെങ്കിൽ ഇന്ത്യയുടെ കർഷക ഗ്രാമങ്ങളിലേക്ക് നാം സഞ്ചരിക്കണമെന്ന് നമ്മോട് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തുവാനുള്ള കർഷക ഗ്രാമങ്ങളിൽ അശരണരുടെയും മുഖ്യധാരയിൽ നിന്ന് പിഴുതെറിയപ്പെട്ടവരോടുമുള്ള അടങ്ങാത്ത കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചില ജന്മങ്ങളുമുണ്ട്. അവർക്കിടയിലൂടെയുള്ള ഒരു യാത്ര, ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തുവാനുള്ള ഒരു ആത്മീയ അന്വേഷണം, അത്തരത്തിൽ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ഏറെ പ്രസക്തമാണ്. ഇന്ത്യയെ കണ്ടെത്തുവാനുള്ള, നാം അറിഞ്ഞതിലും കൂടുതലായി അറിയുവാനുള്ള ഒരു ത്വര ഈ സിനിമ നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഇത് മുഖമില്ലാത്തവരുടെ മുഖമാണ്. മുഖത്തിന് തീർച്ചയായും ഭാവങ്ങളുണ്ട്, നവരസങ്ങളുണ്ട്. ഈ സിനിമ കാണുമ്പോൾ തീർച്ചയായും ആ രസങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. ദേഷ്യവും വിഷമവും ക്ഷോഭവും സങ്കടവും സന്തോഷവും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട്. വിശ്വവിഖ്യാതമായ ഒരു ചലച്ചിത്രമാണ് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്നതിൽ തർക്കമില്ല. പുല്ലുവഴിയിൽ നിന്ന് പുണ്യവഴിയിലേക്ക് നടന്നെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട റാണി മരിയെക്കുറിച്ചുള്ളതാണ് ഈ ചിത്രം. ഏവരെയും ഈ സിനിമ കാണുന്നതിന് വേണ്ടി 2025 ഓഗസ്റ്റ് മാസം 8-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് കൂനമുച്ചി സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.